യുവതീ പ്രവേശനത്തിൽ സർക്കാർ എന്നും വിശ്വാസികൾക്കൊപ്പം എന്നാണ് എം.വി. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അന്ന് കോടതി പറഞ്ഞത് നടപ്പിലാക്കി എന്നും പറയുന്നു. ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞ് ഇങ്ങനെ തരത്തിലുള്ള ന്യായീകരണം ഉന്നയിക്കാൻ ചില കാരണങ്ങളുണ്ട്. അത് നമ്മൾ അല്പം ചരിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൽ എന്തു നിലപാട് CPM സർക്കാരും ഉൾപ്പെടെ മുൻപ് സ്വീകരിച്ചിരുന്നു, അതെന്തുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ പറയുന്നു എന്ന് നമ്മൾ അതിന്റെ പഴയ ചരിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നോക്കൂ, 2006 സുപ്രീം കോടതിയിലേക്ക് ഒരു റിട്ട് ഹർജി വരുന്നത്. യങ് ലോയേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്നുമാണ് ഈ ഹർജി വരുന്നത്. ശബരിമലയിൽ ലിംഗ വ്യത്യാസമില്ലാതെ തന്നെ യുവതികളെയും പ്രവേശിപ്പിക്കണം, ഏതെങ്കിലും ഒരു ജൈവ കാരണത്തിന്റെ പേരിൽ, ജൈവികമായിട്ടുള്ള ശാരീരിക ഘടനയുടെ പേരിൽ അല്ലെങ്കിൽ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സിന്റെ പേരിൽ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം നിഷേധിക്കരുത് എന്നുള്ളതായിരുന്നു ഹർജി. ആ ഹർജിയിൽ സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ സുപ്രീം കോടതി പറയുകയും ചെയ്തു. അന്ന് VS സർക്കാർ അധികാരത്തിലുള്ള സമയമാണ്. സർക്കാർ ഹർജി നൽകുന്നത് ഒന്നുമല്ല, അതായത് യുവതീ പ്രവേശനത്തിന് സർക്കാർ എതിരല്ല എന്നുള്ള നിലപാടന്ന് സത്യവാങ്മൂലമായി സുപ്രീം കോടതിയിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സർക്കാർ നൽകുകയാണ്. അന്ന് പറഞ്ഞ കാര്യം ഇതാണ്: സാമൂഹിക നീതി എന്തോ അത് ഉറപ്പുവരുത്തുകയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നയം. ഏതെങ്കിലും തരത്തിൽ ഒരു വിഭാഗത്തിന് നേരെയും വിവേചനം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയും. വിവേചനമില്ലാതിരിക്കാൻ, നീതി നടപ്പാക്കാൻ വേണ്ടി ഞങ്ങളൊപ്പം നിൽക്കും. കോടതി വിധി എന്തോ നടപ്പിലാക്കുമെന്നുള്ളതാണ് അന്നേ 2007 പറഞ്ഞത്. പക്ഷേ 2016 UDF സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ UDF സർക്കാർ അത് സത്യവാങ്മൂലം തിരുത്തി യുവതീ പ്രവേശനം അനുവദിക്കില്ല എന്നുള്ള സത്യവാങ്മൂലം കോടതിയിൽ നൽകുകയാണ്. സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നു UDF സർക്കാർ. പിന്നീട് 2001 പിണറായി സർക്കാർ, 2014 തന്നെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ നിലപാട് മാറ്റുന്നു. UDF സർക്കാർ നൽകിയിട്ടുള്ള നിലപാട് മാറ്റി 2007 സത്യവാങ്മൂലം നിലനിർത്തി. അതായത് കോടതി വിധി നടപ്പിലാക്കും എന്നുള്ളതായിരുന്നു 2007 സത്യവാങ്മൂലം എന്ന് പറയുന്നത്. അത് ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് ഒന്നാം പിണറായി സർക്കാർ കോടതിയിൽ അറിയിക്കുന്നു. അതായത് എല്ലാ കാലവും സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഞങ്ങൾ കോടതി വിധി എന്തോ ആ കോടതി വിധി നടപ്പിലാക്കും എന്നുള്ളതാണ്.